ചെയ്ത് ദിസ് ഈക്വൽ ടു എൽ എക്സ് എല്ലാം എന്താ ഇവിടെ എക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എക്സ് എന്ന് എടുക്കാം. എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കാൻ പറ്റും. വേണമെങ്കിൽ വൈ എന്ന് എടുക്കാൻ പറ്റും. അല്ല ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെ തിരിച്ചെടുത്തത്. അല്ല ഇതെല്ലാം ടേബിൾ വരണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സൈഡിന്റെ ടേബിളാണ് ആ ഫോർമുല അതായത് ഇവിടെയുള്ള ഫോർമുലാസ് ഇന്ന സൈഡിലാണ് അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ എടുത്തത് കേട്ടോ. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ നമ്മൾ എടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ ഈക്വൽ ടു സൈൻ പ്ലസ് എക്സ് എന്നാണ് എടുത്തത്. തീറ്റ ഈക്വൽ ടു സൈൻ പ്ലസ് എക്സ് അങ്ങനെ എന്തെടുക്കണം? തീറ്റ ഈക്വൽ ടു അടുത്ത പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെ എടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? എക്സ് ഈക്വൽ ടു എക്സിനെ അവിടെ നിർത്തി സൈൻ ഇൻവേഴ്സ് എക്സ് എടുക്കുമ്പോൾ സൈൻ തീറ്റ കിട്ടി. ഇത്ര കിട്ടി. ഇനി ആർക്കിസിനെ കൊണ്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ എൽ എക്സ് കിട്ടണം. അപ്പോൾ ആർക്കിസിൽ ബിക്കംസ് എന്താവും? ആർക്കിസിലോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ സൈൻ ഇൻവേഴ്സ് 3 എക്സിന് പകരം 3 സൈൻ തീറ്റ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ഇതേ ഇറ്റ് ഈക്വൽ ടു ഇനി ഇത് ഏത് ഫോർമുല കിടക്കണം? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റയുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അറിയോ? ഏതിന്റെ ഇക്വേഷൻ അത്? 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് സൈൻ 3x ന്റെ ഫോർമുലയാണ് അല്ലേ? ഇവിടെ 3x പകരം ആരാ കിടക്കണം? എക്സിന് പകരം ഇവിടെ തീറ്റയാണ് കിടക്കണം അല്ലേ? മനസ്സിലായോ അഭിരാം? ഇവിടെ നമ്മൾ സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആണ് എഴുതി. ഈ ഫോർമുല ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തിന്റെ ഫോർമുല? സൈൻ 3 തീറ്റയുടെ ഫോർമുല. അതായത് സൈൻ 3x ന്റെ ഫോർമുലയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? ഈ സൈൻ ഇൻവേഴ്സും സൈനും കൂടി എന്തായി പോകും? ബാക്കി എന്ത് വന്നു? 3 തീറ്റ. ഈ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ സൈൻ ഇൻവേഴ്സ്. അപ്പോൾ 3 സൈൻ ഇൻവേഴ്സ്. ഇതെന്ത് സാധനം ശരിക്കും? RHS അല്ല, LHS അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു LHS. മനസ്സിലായോ? അപ്പോൾ പറയാം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രോബ്ലത്തിലും എങ്ങനെ തന്നെ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു. എന്നിട്ട് RHSലെ ടേം എടുത്ത് എഴുതി. RHS ടേമില എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? സൈൻ തീറ്റ കൊടുത്തു. അപ്പോൾ എന്താക്കി? സൈൻ ഇൻവേഴ്സ് 3 എക്സിന് പകരം സൈൻ തീറ്റ മൈനസ് 4 എക്സ് ക്യൂബിന് പകരം എന്താ? സൈൻ ക്യൂബ് തീറ്റ. ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ടേം എന്താ? സൈൻ 3 തീറ്റയാണ്. അതെടുത്ത് ഇവിടെ നോക്കിയ സൈൻ ഇൻവേഴ്സും സൈനും കൂടി ബാക്കി കട്ടായി പോയി. ബാക്കി 3 തീറ്റ വന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. തീറ്റയ്ക്ക് പകരം നമ്മൾ എന്തെടുത്ത്? സൈൻ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ ഇല്ല. ഇത് കഴിഞ്ഞത് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്തോളാം. അവിടെ എല്ലാ ഇക്വേഷൻസ് കോസിന്റെ താഴെയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞാ ആയിക്കോട്ടെ. ഈ ഫോർമുലാസ് ഇപ്പോൾ ഒരു
അത് കുറിയാനല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അഭിരാം പറഞ്ഞു കൊടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എടാ ആദ്യം തീറ്റ ഈക്വൽ ടു എന്താണ് Sin inverse x. അല്ല കോസ് ഇൻവേഴ്സിന് വരും തീറ്റ ഈക്വൽ ടു ആദ്യം അത് എന്നാലും ആദ്യം അത് അങ്ങോട്ട് എഴുതുന്നത് അല്ലെങ്കിൽ അവസാനം കൺഫ്യൂഷനാണ് ആദ്യം തീറ്റ തിന്നാൻ നോക്കാം എന്നിട്ട് ആദ്യം തീറ്റയല്ലേ അപ്പൊ ആദ്യം തീറ്റ ഈക്വൽ ടു കൊടുക്കാം ഇനി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാലോചിച്ചാൽ നമ്മൾ കോസിംഗ് ക്ലാസ് നേരം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുക അതുകൊണ്ട് നമ്മൾ അതിനെ സാധാരണ കോസിലോട്ട് ആക്കാൻ വേണ്ടിയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ആ ഫോർമുല എന്തായിരിക്കും ഫോർ കോസ് അറിയോ ഫോർമുല ഇതിന്റെ അറിയോ കോസ് കോസ് ആ കോസ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ നേരത്തെ പഴയ ടെക്സ്റ്റ് ആണ് പുതിയ ടെക്സ്റ്റ് തന്നെ അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പഴയ ടെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതെന്താണ് അതിന് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് പിന്നെ പുതിയതല്ലേ ഇത് പുതിയ ടെക്സ്റ്റിൽ തേർഡ് ക്വസ്റ്റ്യൻ പഴയ x is equal to tan theta കൊടുക്കാം അല്ലെങ്കിൽ theta equal to അതിന്റെ tan inverse x കൊടുക്കാം ക്വസ്റ്റ്യൻ തന്നെ tan inverse root of 1 plus x square minus 1 by x tan inverse root of 1 plus x square minus 1 by x ടെക്സ്റ്റിൽ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യം ഇതാണ് theta equal to tan inverse x കൊടുക്കാം അപ്പോൾ x എന്ത് കിട്ടും tan theta ഇനി ആ ക്വസ്റ്റ്യനിലെ LHC കൊണ്ട് കൊടുത്തത് tan inverse ആയില്ല അപ്പോൾ tan inverse root of 1 plus tan square theta by minus 1 by tan theta അതെന്താ root of 1 plus tan theta മനസ്സിലായില്ല ഇങ്ങനെ ലഭിക്കുന്നത് sec tan inverse 1 plus tan square
sec square ആണ് പക്ഷേ റൂട്ട് വന്നേക്കൊണ്ട് sec theta. Okay, അപ്പോൾ ഇത് is equal to tan inverse sec theta minus 1 by tan theta. ഇനി ഈ സീക്കിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ? സാധ്യത രീതിക്ക് ആക്കിക്കോളാം. സീക്ക് എന്ന് പറയുന്നത് എന്താ? 1 by cos. 1 by cos. Tan inverse
ഓക്കെ ഞാൻ നല്ലോണം ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ അറിയാൻ കഴിയില്ല. പ്ലസ് ടു ഇല്ലാത്ത പ്ലസ് വൺ ഫോർമുലാസ് ഒക്കെ എഴുതിയിട്ടോ. Cos 3x equal to 3 4 cos cube x minus 3 cos x. Minus 3 Cos x.
ക്വസ്റ്റ്യൻ ചെയ്താ മറ്റേ equation റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ആ കോസ് എക്സിന് പകരം ഇത് ഇവിടെ മൈനസ് കോസ് 2x അല്ലേ കോസ് എക്സ് അപ്പോൾ എന്താവും 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അങ്ങനെ ചെയ്യാം അടിയിൽ ഇതിന് മനസ്സിലായടാ റൂട്ട് അവിടെ തന്നെ ഉണ്ടാവില്ല. റൂട്ട് അവിടെ തന്നെ പ്ലാനിംഗ് എത്ര കഴിഞ്ഞിട്ട് അപ്പൊ ആ സൈൻ സ്ക്വയറും ആ റൂട്ടും കൂടെ അങ്ങ് പോകണം റൂട്ട് സ്പ്ലിറ്റ് ആക്കാം റൂട്ട് സ്പ്ലിറ്റ് ആക്കുമ്പോൾ എന്താവും സൈൻ സ്ക്വയർ പിന്നെ റൂട്ടല്ലേ വന്നേക്കണം അതിനുള്ളിൽ ആ ടൂൻ്റെ കട്ടിക്കളയാ ടൂവിലുള്ള പിന്നെ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു സ്ക്വയറും റൂട്ടും പോയി ബാക്കി ആരാകും സൈൻ എക്സ് ബൈ ടു ആകും ബൈ കോസ് എക്സ് ബൈ ടു ചേട്ടാ അടുത്ത തന്നെ കൂടുതൽ വിളിച്ച് കേട്ടോ അപ്പൊ തന്നെ പറഞ്ഞു അവരൊക്കെ അവിടെ ചിരിച്ചോണ്ടിരിക്കണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യോളാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല ഞാൻ ആദ്യം ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തേ ഒരു വേഗം അടുത്ത ക്വസ്റ്റ്യൻ പറയണ പോലെ തന്നെ ചെയ്തു ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ലടാ ടെക്സ്റ്റിലുള്ള ആർക്കൊക്കെ പനി പിടിച്ചിട്ടുണ്ടോ cos x വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ tan ഇൻവേഴ്സ് ആ ബ്രാക്കറ്റിനുള്ളിൽ എന്താവും cos x cos x മൈനസ് sin x cos x all divided by cos x cos x plus sin x cos x പിന്നെ cos x എന്താകും 1 ആകും 1 മൈനസ് tan x 1 plus tan x ഇനി ആ 1 നെ നമുക്ക് എന്ത് ചെയ്താം tan pi 4 ചെയ്താലോ ആ 1 പ്ലസ് tan x ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിനെ പോലെ 1 പ്ലസ് 1 ഇൻറ്റു tan x എന്നാക്കുക 1 ന് പകരം tan pi കൊടുക്കും അതിന്റെ പ്രോബ്ലം പോലെ തന്നെ എന്ത് കിട്ടിയപ്പോ 1 മൈനസ് tan x ബൈ 1 പ്ലസ് tan x ആ 1 ന് പകരം എന്ത് ചെയ്യണം tan pi 4 ഇട്ട് കൊടുക്കാം മുകളിൽ മാത്രം ഇവിടെ വരെ കിട്ടിയില്ലേ നിങ്ങൾക്ക് 5/4 minus x അവിടെ tan x ഓക്കേ tan ഇൻവേഴ്സ് 1 മൈനസ് ആണടാ 1 മൈനസ് tan x ബൈ 1 പ്ലസ് tan x ഈ 1 ന് പകരം നമുക്ക് എന്ത് ചെയ്യാം tan pi 4 എഴുതാം tan pi 4 ന്റെ വാല്യൂ 1 ആണല്ലോ അപ്പോൾ tan ഇൻവേഴ്സ് tan pi 4 മൈനസ് tan x അടിയിൽ എന്താവും 1 പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം അതിന് tan pi 4 ഇട്ട് കൊടുക്കാം ഇൻറ്റു
ഫോർമുലയും tan x minus y യുടെ ഫോർമുലയും. അപ്പോൾ എന്താവും? ഇവിടെ x ന്റെ സ്ഥാനത്ത് y by 4, y യുടെ സ്ഥാനത്ത് അപ്പോൾ tan inverse tan of y by 4 minus x. ഇത് കട്ടിട്ട് വരാം. ഫസ്റ്റ് ആൻസർ y by 4 minus x. രണ്ട് പ്രാവശ്യം കൂടെ ചെയ്യുക പ്രോബ്ലം കിട്ടാത്തവരെ. Tan x minus y equal x minus y equal tan x minus tan y divided by 1 plus tan x y. എങ്ങനെ ഒന്നും മനസ്സിലായോ? അത് ഈ ഫോർമുലയുടെ ആ ഫോർമുല ഒന്ന് എഴുതിയിട്ടാണ് tan x plus y equal to tan x plus tan y by 1 minus tan x tan y. തിരിച്ച് x minus y ആവുമ്പോൾ ഈ ഫോർമുല ചെയ്യുന്നതിന് പേപ്പർ എനിക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതാണ്. വായ്പ പിടിച്ചിരിക്കുന്ന അവരിത് ഏത് ഫോർമുലയാണെന്ന് ആലോചിക്കുന്നത്. നീയും എല്ലാവരും നിങ്ങളോട് ഞാൻ പേപ്പർ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഓക്കെ അല്ലേ? ഫോർമുല എഴുതാത്തവരൊക്കെ എഴുതി. നിങ്ങൾ സംസാരിക്കാനൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെ ക്ലാസ്സിൽ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ ആൾക്കാരെ tan inverse x by root of a square minus x square. Tan inverse x by root of a square minus x square. ശരിയാ. ക്ലാസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാവും. അല്ലേ? സെക്കൻഡ് സാറ്റർഡേ അല്ല, എല്ലാ സാറ്റർഡേ നെക്സ്റ്റ് സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ഫോർത്ത് സാറ്റർഡേ ഉണ്ടാവില്ലല്ലോ. ഫോർത്ത് ഉണ്ടാവില്ല, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ എനിക്ക് കോമേഴ്സ് വരെ സ്ട്രീം പക്ഷേ ഹ്യൂമാനിറ്റീസ് അങ്ങനെ അല്ല. ടെൻത്ത് ഒക്കെ ടെൻത്ത് മാത്സ് പൊട്ടി ഡി വരെ ഉള്ളൂ. ഇത് ഏതൊരു സ്കൂളിൽ ഓരോ ഡിവിഷൻസ് ഉള്ള അവിടെ പി ടി സാർമാരുണ്ടല്ലോ. ഇത് 9 പേരുണ്ട്. 9 7 ഏതോ ഒരു വലിയ സ്കൂളാണ്. അവിടെ ഇവിടുത്തെ രാജഗിരി 7 പി ടി സാർ
എങ്ങനെ ടൈം തിരിച്ചാലും ഈ ടീച്ചേഴ്സിന് കുറച്ച് ബ്രേക്ക് ഓവർ വേണമല്ലോ. ഒരു ടീച്ചറിന് ഫുള്ളാ പോലെ രാവിലെ വൈകുന്നേരം വരെ മാനേജ് ചെയ്യാനൊക്കെ പിന്നെ ചിലപ്പോൾ ഓരോ സ്പോർട്സിന് വേണ്ടി എടുത്തിട്ടുണ്ടാവും. കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര ടീച്ചേഴ്സ് ആൾക്കാരുണ്ട്? ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും ട്യൂഷൻ ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് അവിടെ x is equal to a sin let's say നിങ്ങൾ മുമ്പ് ഭയങ്കര സംസാരം x is equal to sin theta അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ it is equal to x is equal to sin theta which implies sin theta equal to x by a. Sin theta is equal to x by a. ആ a നെ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞ x is equal to a sin theta. x is equal to a sin theta. Sin theta equal to x by a. അപ്പോൾ theta എന്ത് വരും? Theta equal to sin inverse x by a. X is equal to a sin theta. X is equal to a sin theta. Sin theta equal to x by a. Theta equal to sin inverse x by a. ഇനി x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോട്ടോ. tan inverse x by root of a square minus x square അല്ലേ? tan inverse x ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ a sin theta by a square അങ്ങോട്ട് ഇടുക. x square എന്ന് പറയുമ്പോൾ a square sin square ഇനി ഇത് a square കോമൺ കൊടുത്തിടുക കേട്ടോ. a square അല്ല a എടുത്താൽ മതി. കൂട്ടിനുള്ളിൽ നിന്ന് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ എന്താവും? a ആയി മാറും.
ബൈസിക്കിൾ സൈഡിൽ കാണാം. ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും a ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യണം. a ക്യൂബ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ a ക്യൂബ്. ഡിവൈഡ് ചെയ്താ ഇത്രയും ക്വസ്റ്റ്യൻ
അപ്പോൾ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അവരല്ലെങ്കിലും കൂട്ടാനും കുറയ്ക്കാൻ പിന്നെ പിന്നെ മൊത്തത്തിൽ റിവാലുവേഷൻ്റെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോക്കി എക്സാമ്പിൾ 5 ചെയ്ത എല്ലാവരും 5 തന്നെ ചെയ്യാം അത് ഓക്കെ ചെയ്യണം ചെയ്തിട്ടാണ് എക്സാമ്പിൾ 5 പഴയ ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എത്ര വീഡിയോ ഒരുമിച്ച് മറ്റേ ടീച്ചർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഡിഫറൻഷിയേഷൻ അതൊക്കെ ലാസ്റ്റ് കണ്ടിന്യൂറ്റി പഠിച്ചല്ലേ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നല്ലോ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടായില്ലല്ലോ ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നല്ലോ മുടങ്ങരുത് ആ പറഞ്ഞോട് വരാൻ പോലെ ഒരു ഒന്നുമില്ല വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഇതിന്റെ ഇന്റഗ്രൽ ഇതാണ് അത് പഠിച്ചാൽ മതി ട്രിഗണോമെട്രി പാടായിട്ട് തോന്നുന്നത് അറിയോ ആ ഇക്വേഷൻസ് അറിയാത്തതുകൊണ്ടാണ് അതില് ഇതുപോലത്തെ ഇന്റഗ്രൽ അവിടെ ഈ ഇക്വേഷൻസ് ഇല്ല പോസിറ്റീവ് ഇതാണ് സൈനിന്റെ ഇന്റർവ്യൂ ഇതാണ് അങ്ങനെ പഠിക്കണം അത് പിന്നീട് ശരി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതെന്താ വെച്ചാൽ ആദ്യം ഇവര് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനാൻസ് അവിടെ റൂൾസ് ഒക്കെ വരുന്നുണ്ട് ചെയിൻ റൂൾ പ്രൊഡക്റ്റ് റൂൾ അവിടെ റൂൾസ് ചെയ്താ ചേച്ചി ക്വസ്റ്റ്യൻ ചെയ്താ അവിടെ എന്തിനാ ഓഫർ ചെയ്താ ഏത് ക്വസ്റ്റ്യൻ സർ tan inverse 2 cos 2 sin inverse 1 by 2 ചെയ്ത് കാണിച്ചത് പറഞ്ഞില്ല tan inverse 2 cos 2 sin tan inverse 2 cos of 2 sin inverse 1 by 2 നിങ്ങളുടെ ക്ലാസ്സിൽ മിസ് ഇത് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമോ കുറച്ചൊക്കെ ചെയ്യും നമ്മൾ മുമ്പേ ചെയ്യും പിന്നെ പറയാം അടുത്തൊക്കെ തന്നെ ചെയ്യും അതെങ്ങനെ ക്ലാസ് ഓൺലൈൻ
ഓക്കെ, ഇതാണല്ലേ? അയ്യോ, ഇനി എന്താടാ വേറെ? ഇതിന്റെ വാല്യൂ സാനിക് ബസ് 1/2 വാല്യൂ എന്താ 5/6. 2 cos 2 5/6. 2 6 എന്താ? 2 6 ആ. 2 cross 5 ഈ cos 5/3 യുടെ ആൻസർ എന്താ? 1/2. 1/2. Tan inverse 1 5/4. Tan inverse 1. ഇങ്ങനെയാണോ? പഠിപ്പിച്ചിട്ട് നോക്ക്. ഇത് എഴുതാത്തതാണ് കേട്ടോ. ഇവിടെ എഴുതുക. രണ്ടാമത്തെ ദിവസം എന്തായിരിക്കും? എഴുതി കഴിഞ്ഞാട്ടില്ലേ? ഇതാര്? ഇതാര്? എടാ, നിന്റെ ആണോടാ? പഠിപ്പിച്ചടാ. നിന്റെ ആണോ? എഴുതി കഴിഞ്ഞാണോ? അത് പഠിച്ചോ. പഠിച്ചിട്ട് ആഘോഷിക്കുന്നത് പഠിച്ചിട്ട് നോക്കട്ടോ. അതിന് എഴുതിച്ചിട്ട് കേട്ടോ. പഠിപ്പിച്ചിട്ട് നോക്കട്ടെ. അതിന് യൂസ് അതിലാ പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താ പഠിപ്പിച്ചിട്ട്